know sometimes I'm slow to tell you it's no one else's fault but mine. If you don't know by the way I hold you, my heart's been yours this whole time. Oh, I hope I show it, just in case you need to know. I fall in love with you a little bit more, little bit more. Every time I think I've lost my way, I fall in love with you a little bit more, little bit more than before. Even on the days I'm not so sure, I fall in love with you a little bit more. കർത്താവായ ഈ ഭവനത്തെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായ ഒരു നിമിഷമാണിത്. നമ്മുടെ പ്രിയപ്പെട്ട മകളെ ജീവിതാവസ്ഥയിലേക്ക് പറഞ്ഞു വിടാനായി ഞങ്ങൾ കർത്താവായ ഈശോയുടെ നടന്നു നടക്കുമ്പോൾ അവിടുത്തെ അനുഗ്രഹം എൻ്റെ ഭവനത്തിൽ നടക്കുന്നതിനായി പ്രത്യേകിച്ച് ഈ കുടുംബാംഗങ്ങളിൽ നിറയാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവ്, ജീവദായകനായ പരിശുദ്ധാത്മാവ്, സമാധാനം തരുന്ന, സന്തോഷം തരുന്ന, ജ്ഞാനവും വിവേകവും തരുന്ന പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ നിറയാനായി നിങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗത്തിൽ നിന്നും നീ വരൂ, അഗ്നിനാളമായി നവ്യജീവനായി ഞങ്ങളിൽ വന്നു വാണിടും. ശ്ലീഹന്മാരിൽ നിറഞ്ഞ പോൽ ശക്തിയെ നയിക്കണേ. ശ്ലീഹന്മാരിൽ നിറഞ്ഞ പോൽ ശക്തിയെ നയിക്കണേ. ഈശോയെ, ഭവനത്തിലെ ഞങ്ങളെല്ലാവരെയും, ഞങ്ങളുടെ ബന്ധുമിത്രാദികളെയും പ്രിയപ്പെട്ടവരെയും എല്ലാം സമർപ്പിക്കുന്നു. അനുഗ്രഹത്തിൻ്റെ ഈ ദിവസം അവരെല്ലാവരും പരിശുദ്ധാത്മാവ് നിറയട്ടെ. നാളെ നടക്കുന്ന ഞങ്ങളുടെ തിരുക്കർമ്മങ്ങളെയും ആഘോഷ പരിപാടികളെയും സമർപ്പിക്കുന്നു. എല്ലാം അങ്ങയുടെ അനുഗ്രഹത്താൽ നിറഞ്ഞ് നടക്കുവാൻ ഇടയാകട്ടെ. ഈ സമൂഹത്തിലും ഞങ്ങളുടെ ബന്ധുമിത്രാദികളിലും ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ, പ്രാർത്ഥനകളിൽ പങ്കെടുക്കാൻ വരുന്ന എല്ലാവരിലും ആത്മാവ് നിറയാൻ ദാഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശ്ലീഹന്മാരിൽ നിറഞ്ഞ പോൽ ശക്തിയെ നയിക്കണേ. ശ്ലീഹന്മാരിൽ നിറഞ്ഞ പോൽ ശക്തിയെ നയിക്കണേ. ആനയുടെ ജീവിത പങ്കാളിയായി വരുന്ന അതെൻ്റെ കുടുംബത്തെ സമർപ്പിക്കുന്നു. ആ കുടുംബവും വലിയ ഒരു ആഘോഷത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. വിവാഹവേദിയിലേക്ക് അങ്ങനെ അനയിക്കാൻ മാതാപിതാക്കൾ വരുമ്പോൾ ആ കുടുംബത്തിലും പ്രത്യേകിച്ച് ആരെങ്കിലും പരിശുദ്ധാത്മാവ് നിറയാൻ ആഗ്രഹിക്കുന്നു. ആത്മാവിൻ്റെ നിറവിന് വേണ്ടി ദാഹപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ശ്ലീഹന്മാരിൽ നിറഞ്ഞ പോൽ ശക്തിയെ നയിക്കണേ. ശ്ലീഹന്മാരിൽ നിറഞ്ഞ പോൽ ശക്തിയെ നയിക്കണേ. ഈ തന്നെ നിമിഷങ്ങളിൽ അവിടുന്ന് വചനത്തിലൂടെ ഞങ്ങളോട് അരുളി ചെയ്യുന്നത് ശ്രദ്ധയോടെ കേൾക്കുവാൻ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കണമേ, കാതുകൾ തുറക്കണമേ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 15-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും എൻ്റെ പിതാവ് കൃഷിക്കാരനുമാണ്. എൻ്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടെ നീക്കിക്കളയുന്നു, എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനെ വെട്ടിയൊരുക്കുകയും ചെയ്യുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. നിങ്ങൾ എന്നിൽ വസിക്കുകയും ഞാൻ നിങ്ങളിൽ വസിക്കും. മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ ശാഖയ്ക്ക് സ്വയം ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സാധിക്കുകയില്ല. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആര് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. എന്നെ കൂടാതെ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. ഈശോയെ വചനത്തിലൂടെ
ഞങ്ങൾ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിൽ നന്മയുണ്ടാകാൻ അങ്ങയോട് ചേർന്ന് നിൽക്കണം എന്ന് ഞങ്ങളെ പഠിപ്പിക്കുകയാണ്. വിശ്വാസത്തിലും പ്രാർത്ഥനയിലും അങ്ങയോട് ഐക്യപ്പെട്ട് ജീവിക്കുമ്പോൾ ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ, ഞങ്ങളുടെ മനോഭാവങ്ങളിൽ നന്മ കാത്തു സൂക്ഷിക്കാനും അങ്ങർക്ക് നന്മ ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കും. ഞങ്ങളുടെ പ്രിയപ്പെട്ട ആനിയെയും ആനിയുടെ ജീവിത പങ്കാളിയെ വരുന്ന അലനെയും സമർപ്പിക്കുന്നു. വലിയൊരു കുടുംബം രൂപം കൊള്ളുമ്പോൾ തമ്പുരാനെ അവർ അങ്ങയോട് ചേർന്ന് ജീവിക്കുന്നവരാണ്. അവരുടെ കുടുംബജീവിതം വിശ്വാസത്തിൻ്റെ അടിത്തറയിൽ പണിതുയർത്തപ്പെട്ട ജീവിതമാണ്. പ്രാർത്ഥനയിലൂടെ ശക്തി നേടുന്ന ജീവിതമാണ്. അവിടുത്തെ പരിപാലനം എന്നും അനുഭവിക്കാൻ കഴിയുന്ന ജീവിതമാണ്. അങ്ങയുടെ വചനം അനുസരിച്ച് ജീവിക്കുന്ന, ആ വചനം സാക്ഷ്യപ്പെടുത്തുന്നവരായി ജീവിക്കാൻ സാധിക്കട്ടെ. അങ്ങനെ അങ്ങയോട് ചേർന്ന് അങ്ങയുടെ വചനം ജീവിക്കുമ്പോൾ അവരിൽ നന്മയുടെ ഫലങ്ങളുണ്ടാവും. ആ കുടുംബത്തിൽ സമാധാനം ഉണ്ടാവും, സന്തോഷമുണ്ടാവും, പരസ്പരം മനസ്സിലാക്കാൻ കഴിയും, പരസ്പരം സ്നേഹിക്കാൻ കഴിയും, കുറവുകളോടെ സ്നേഹിക്കാൻ കഴിയും, പരസ്പരം പ്രോത്സാഹിപ്പിക്കാൻ കഴിയും, ജീവിതത്തിലെ വെല്ലുവിളികളെയും സഹനങ്ങളെയും ഒരുമിച്ച് അതിജീവിക്കാൻ കഴിയും. ദൈവം മക്കളെ സന്തോഷത്തോടെ ഏറ്റുവാങ്ങാനും അവരെ നന്മയെ വളർത്താനും കഴിയും. അതിനാവശ്യമായ എല്ലാ നന്മകളും അനനും ആനിക്കും ലഭിക്കുന്നതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോട് ചേർന്ന് ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ. യേശുവെ, വിശ്വാസത്തിൽ അടിയുറച്ച് പ്രാർത്ഥനാചേതനത്തോടെ മുമ്പോട്ട് പോകാൻ അവരെ സഹായിക്കണമേ. പ്രത്യേകിച്ച് നാളെ നടക്കുന്ന ചടങ്ങുകളും അനുഗ്രഹീതമാകാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ പ്രിയപ്പെട്ട മക്കളെയും ഇവരുടെ രണ്ടുപേരുടെയും മാതാപിതാക്കളെയും ഇവരുടെ സഹോദരങ്ങളെയും ഇവരുടെ ബന്ധുമിത്രാദികളെയും ഇവരുടെ പ്രിയപ്പെട്ടവരെയും എനിക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, ജീവിതം യാത്രയാണ്. മാതാപിതാക്കളോട് വലിയ കടപ്പാട് ഞങ്ങൾക്കുണ്ട്. അവർ ഞങ്ങളെ ജനിപ്പിച്ച് വളർത്തി ഒരു ജീവിതത്തിൻ്റെ നിശ്ചിത ഘട്ടത്തിലെത്തുമ്പോൾ ഒരു ജീവനാവസ്ഥയെ കൈപിടിച്ചാനേ ഇനി വ്യത്യസ്തമായൊരു ജീവിതയാത്ര ആരംഭിക്കുകയാണ്. ആനിയും അലനും ഒരുമിച്ചൊരു കുടുംബം രൂപീകരിച്ച് ജീവിതത്തിൻ്റെ യാത്ര ആരംഭിക്കുമ്പോൾ അവർക്ക് എല്ലാവിധത്തിൽ സുരക്ഷിതത്വം ഉണ്ടാകണം, നന്മയുണ്ടാകണം, അവർക്ക് ആനന്ദം ഉണ്ടാകണം, സാമ്പത്തിക സുരക്ഷിതത്വം ഉണ്ടാകണം. ഇതെല്ലാം ഉപരി ധാരാളം നന്മ ചെയ്യുന്നവരായി ജീവിക്കുവാൻ അവർ കഴിയണം. അതിനവരെ അനുഗ്രഹിക്കണമേ. നിങ്ങളെല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ആയിരിക്കുന്ന എല്ലാവരും ഒരുമിച്ച് മക്കൾക്ക് വേണ്ടി അങ്ങയുടെ മുമ്പിൽ മാധ്യസ്ഥം യാചിക്കുന്നു. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയത്തിലേക്ക് ഈ പ്രിയപ്പെട്ട മക്കളെ നമുക്ക് സമർപ്പിക്കാം. ആനിയെയും അലനെയും സമർപ്പിക്കാം. അവരുടെ മാതാപിതാക്കളെ സമർപ്പിക്കാം. മാതാവ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ, അവർക്ക് സംരക്ഷണമായിരിക്കട്ടെ, അവരുടെ ജീവിതയാത്രയിൽ നിന്നും സഹായമായിരിക്കട്ടെ. ആനായിലെ കുടുംബത്തെ സഹായിച്ചമ്മ പുതുതായി രൂപം കൊള്ളുന്ന കുടുംബത്തെയും ആവശ്യനങ്ങളെല്ലാം സഹായിക്കട്ടെ. 7 പ്രാവശ്യം നമുക്ക് മാറി മാറി മാതാവിൻ്റെ മാധ്യസ്ഥം ധ്യാനിച്ച് നന്മ നിറഞ്ഞ മറിയമേ എന്ന് പ്രാർത്ഥനയില്ല. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥിര കർത്താവങ്ങിയിലൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. അമ്മയുടെ ഫലമായി ഈശോ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ
സ്തുതി. പരിപാലനക്കാരൻ നമ്മെ സമർപ്പിക്കാം, പ്രത്യാശീർവാദം സ്വീകരിക്കാം. കർത്താവായ യേശുവേ, അവിടുത്തെ വലതുകര നീതി ഭവനത്തെ ആശീർവദിക്കുന്നു. ഇവിടെ സന്തോഷങ്ങളിലും കൂടെ ഉണ്ടാകണം. അങ്ങയോടുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ ആഴപ്പെട്ട് വളരാൻ സഹായിക്കണമേ. പ്രത്യേകിച്ച് ആനിയെ സമർപ്പിക്കുന്നു. അവരുടെ കുടുംബജീവിതം അനുഗ്രഹീതമാകാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ തരത്തിലും നന്മ നിറഞ്ഞ മാതൃകാപരമായ ഒരു ജീവിതം നയിക്കാൻ സാധിക്കട്ടെ. അതിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ. നാളത്തെ തിരുക്കർമ്മങ്ങളിലും ആഘോഷങ്ങളും പങ്കുചെയ്യുന്ന എല്ലാവരെയും അനുഗ്രഹിക്കുക. യാത്രയിൽ സുരക്ഷിതരായിരിക്കട്ടെ. വലിയ സന്തോഷത്തോടെ സന്തതിയോടെ മടങ്ങാനിടയാകട്ടെ. എല്ലാവരും വേണ്ടി പ്രാർത്ഥിക്കാനിടയാകട്ടെ. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എല്ലാവരും ഇപ്പോഴും എപ്പോഴും എന്നേക്കും. लिखा एक कहानी जो ये यादों में जुड़ी सफर थे कुछ अधूरे. പ്രിയമുള്ളവരെ, ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആനിയുടെ കുടുംബജീവിതത്തിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായി നടക്കുന്ന മധുരവെപ്പ് ചടങ്ങാണ്. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന വലിയ ബഹുമാനപ്പെട്ട വികാരിയച്ഛനുണ്ട്. അല്പസമയത്തിന് ശേഷം അച്ഛൻ ഇവിടെ എത്തിച്ചേരും. അതുപോലെ തന്നെ നമ്മുടെ പ്രിയങ്കരനായ മുൻ MP ജോയ്സ് ജോർജ് എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ഏറ്റവും വലിയ ഞങ്ങളുടെ സുഹൃത്തുക്കളും അയൽവാസികളും ബന്ധുമിത്രാദികളും സഹോദരങ്ങളും എത്തിച്ചേരാൻ പറ്റുന്നിടത്തോളം ആളുകൾ എത്തിയിട്ടുണ്ട്. എല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടെയും അതിലേറെ ആദരവോടും കൂടി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആനിക്ക് മധുരം വെക്കുന്നത് എൻ്റെ അളിയൻ ജോണിയും അവൻ്റെ ഭാര്യ ലിസിയുമാണ്. ഇവരെ രണ്ടുപേരെയും ഈ ചടങ്ങ് നടത്തുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. വെക്കട്ടെ, മധുരം വെക്കട്ടെ. बस मैं हूँ समय का असर हूँ, साथ अगर जो हूँ तेरे तो रोशनी पकड़ लूँ. पहाड़ों में समंदरों में झरने वाले रास्तों में बारिशों में भीगता यहाँ बेख्याल बेखबर हूँ. आज भी वही खड़ा हूँ, जुगनुओं से बातें हो जहाँ. हो तेरा मेरा बनाया एक जहाँ, 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 एक जहाँ. हो तेरा मेरा बनाया एक जहाँ. वास्ते जान भी दूं मैं, गवाह माँ भी दूं, किस्मतों का लिखा मोड़ दूं. बदले में मैं तेरे जो खुदा खुद भी दे, जन्नते सच कहूँ छोड़ दूं. तुमसे ज्यादा मैं ना जानूं, तुमसे खुद को मैं पहचानूं, तुमको बस मैं अपना मानूं माहिया. तुमसे ज्यादा मैं ना जानूं, तुमसे खुद को मैं पहचानूं, तुमको बस मैं अपना मानूं माहिया.
किस्मतों का लिखा मोड़ तू तेरे अलावा कोई भी ख्वाहिश नहीं है बाकी दिल में कदम उठाऊं जहाँ भी जाऊं तुझी से जाऊं मैं तेरे अलावा कोई भी ख्वाहिश नहीं है बाकी दिल में कदम उठाऊं जहाँ भी जाऊं तुझी से जाऊं मैं तेरे लिए मेरा सफर तेरे बिना मैं जाऊं किधर तुमसे ज्यादा मैं ना जानूं तुमसे खुद को मैं पहचानूं तुमको बस मैं अपना मानूं माहिया वास्ते जा भी दूं मैं गवाए माँ भी दूं किस्मतों का लिखा मोड़ दूं बदले में मैं तेरे जो खुदा खुद भी दे जन्नते सच कहूँ छोड़ दूँ